ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കും. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് വേവിക്കാൻ വെക്കാം. അത് വേവുമ്പോഴേക്ക് നമുക്ക് നമ്മളെ മസാല റെഡിയാക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 ഉള്ളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. ഇനി ഉള്ളി അവിടെ കിടന്നൊന്ന് വാടട്ടെ. അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉള്ളി വാടി വന്നതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ എടുക്കൽ കുരുമുളക് പൊടി കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇടും. എന്നിട്ട് പിന്നെയും നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനില്ലേ അതും ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെയും നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതൊന്ന് ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഒന്നിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിയുള്ള പത്തിരി റെഡിയാക്കണം. മൈദപ്പത്തിരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മൈദ എടുത്ത് നമ്മൾ നല്ലോണം കുഴച്ച് പത്തിരി ആക്കിയിട്ട് നമ്മൾ നല്ലോണം ചുട്ടെടുക്കുക. ചുടുമ്പം ജസ്റ്റ് ഒന്ന് ഇട്ട് ഇങ്ങെടുത്താൽ മതി, അധികം വേവിക്കണമെന്നില്ല. എന്നിട്ട് നമ്മുടെ ഓരോ ദോശയും അങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിനുള്ള മിക്സാണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 5 മുട്ടയും കുറച്ച് പാലും എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ലോണം മിക്സ് റെഡിയാക്കി വെക്കുക. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ട് നമ്മൾ ഓരോ ദോശയും ആ ഒരു മിക്സിൽ മുക്കിയിട്ട് പിന്നെ നമ്മളെ ഒരു മസാല വെക്കുക, പിന്നെ അടുത്ത ദോശ വെക്കുക, പിന്നെ മസാല വെക്കുക. അങ്ങനെ ഓരോ ലെയറും ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്നതിൽ നമ്മൾ ആ ഒരു മുട്ടൻ്റെ മിക്സ് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ മല്ലിച്ചപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.